കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ സംയുക്ത യോഗം സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അസോസിയേഷൻ പരിധിയിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം എന്നതടക്കം നിരവധി തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായി. കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ പരിധിയിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികളുടെ സംയുക്ത യോഗം സംഘടിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അസോസിയേഷനുകളുടെ പരിധിയിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് ID കാർഡ് നൽകുവാനും തീരുമാനമുണ്ടായി. ഇതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ഊർജിതമാക്കാനും സന്നദ്ധ സേവനത്തിനെത്തുന്ന റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർക്ക് പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ യൂണിഫോമുകൾ നൽകുവാനും തീരുമാനമുണ്ടായി. കായംകുളം സബ് ഡിവിഷൻ ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ കായംകുളം DSP N. ബാബുക്കുട്ടൻ മുഖ്യപ്രഭാഷണം നടത്തി. ബോധവൽക്കരണ ക്ലാസ് സൈക്കോളജിസ്റ്റ് സുനിത CS നയിച്ചു. സബ് ഡിവിഷൻ പരിധിയിലുള്ള വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.